ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് കിണറ്റിൽ വെള്ളം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നത്തെ ആ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ സൈത്തേട്ടൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു, വർക്കിന് പോകാനിരുന്നതായിരുന്നു. അപ്പോൾ അവിടെ വെള്ളം കണ്ടിട്ടുണ്ട്, അപ്പോൾ വെള്ളം വറ്റിക്കണം എന്നൊക്കെ പറഞ്ഞ കാരണം പിന്നെ സൈത്തേട്ടൻ ലീവാക്കിയിട്ടാണ്. അവിടെ പോയപ്പോൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അങ്ങനെ ഞങ്ങളെ കൂട്ടാൻ വീട്ടിലേക്ക് വന്നു, പിന്നെ ഞങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ കിണറ്റിൽ ചെന്നപ്പോൾ വെള്ളം ഇങ്ങനെ അവർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കളയുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ ആ ഒരു വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നമുക്ക് ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരിക. ഫ്രണ്ടിൽ നല്ലൊരു മലയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ കോട വെച്ച് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വെള്ളം കണ്ടപ്പോൾ അവർക്ക് എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പെട്ടെന്ന് കണ്ടതാണ് കേട്ടോ. ഇനിയും താഴ്ച കുറച്ചുകൂടി പോകാനായിട്ടുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ താഴ്ത്തിയാലും കാര്യമില്ല, നല്ലോണം ഉറവയുണ്ട് നമ്മുടെ കിണറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം താഴ്ത്താനൊന്നും പറ്റില്ല എന്നാണ് കേട്ടോ അവർ പറയണത്. അപ്പോൾ തൽക്കാലം നമുക്ക് പണിക്കുള്ള വെള്ളം അവിടെ നിന്ന് കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. നമ്മൾ താമസാവുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് താഴ്ത്തിയിട്ട് നമ്മുടെ അപ്പോഴത്തേക്കും കിണറിൻ്റെ കംപ്ലീറ്റ് പണി തീർക്കാം എന്നാണ് വിചാരിക്കണത് കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരൊക്കെ വെള്ളം കുടിച്ച് സൈത്തേട്ടൻ ആദ്യമേ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വെള്ളം കൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കത് വെച്ചിട്ട് പായസം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി, അവിടെ പോയി സേമിയയും വേണ്ട സാധനങ്ങളൊക്കെ അമ്മ തന്നെ വാങ്ങിയിട്ടാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അമ്മ തുടങ്ങിയിട്ടാ ബാക്കിൽ പോയി നിന്നിട്ട് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരില്ല. അമ്മയ്ക്ക് ഈ വീഡിയോയുടെ മുന്നിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ഓരോ വീഡിയോയ്ക്ക് ഡാൻസൊക്കെ കളിപ്പിക്കാനായിട്ട് അമ്മേനെ കൊണ്ട് നിർത്തുക. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചന്തുവും തേജുവിനെ കാര്യമന്വേഷിക്കാൻ പോണ കാരണം അമ്മയും കൂടിയിട്ടാണ് കേട്ടോ പായസമൊക്കെ വെച്ചത്. പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അടുത്തൊരു പ്ലാൻ ഇട്ടത്, നമുക്ക് അടുത്തുള്ള ഒരു സ്ഥലം വരെ ഒന്ന് പോവാം. അപ്പോൾ പായസം ഇവിടെ നിന്ന് കുടിക്കണ്ട, നമുക്ക് അവിടേക്ക് എടുത്ത് പിടിക്കാം, അവിടെ പോയിരുന്നിട്ട് ചൂടാറിയിട്ട് സാവധാനത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇപ്പോഴാണ് അവിടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് നമുക്ക് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പീച്ചിപ്പാടത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഡാമാണ്, നമ്മുടെ പീച്ച് ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല എന്ന് നോക്കണ്ട, പക്ഷേ മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം കയറി ഫുള്ള് കയറും കേട്ടോ. അപ്പം ഞങ്ങൾ പായസം കുടിക്കുന്നുണ്ടപ്പോൾ ഒരാൾ വന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, ഗ്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗ്ലാസ്സിൽ അവന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളവിടെ പാറയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പാറയുടെ മുകളിലാണെങ്കിലും ആൾ നന്നായി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ കണ്ടിട്ട് തേജു പോയി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് വേഗം പോയിട്ടാ, കാരണം അവന് തേജുവിന് വലിയ പരിചയമില്ലല്ലോ. അപ്പോൾ അത് കാരണം അവനവിടെ കാണിച്ചു കൊടുത്തു കേട്ടത് ഇവിടെ ഒഴിച്ചിട്ടുണ്ടെന്ന്. അവൻ കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അവന് തലയ്ക്കടിച്ചിട്ടാണോ എന്നറിയില്ല, പിന്നെ അവൻ നിർത്തിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഇങ്ങനെ കുളം പോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ കുഴികൾ പോലെ ഉണ്ട് കേട്ടോ. താഴ്ച എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അവിടെ ഫോട്ടോസ് എടുക്കാനും മറ്റേ വീഡിയോസ് എടുക്കാനും ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പതുക്കെ ഇങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ, വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയ ദിവസം തിരക്കില്ലാത്ത കാരണം, ഞായറാഴ്ച ഒന്നും അല്ലാത്ത കാരണം നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് പോയി നല്ല എൻജോയ് ചെയ്ത് വരാനായിട്ട് പറ്റിയിട്ടാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മറ്റേ സോൾട്ട് ആൻഡ് പേപ്പറിലൊക്കെ സ്ഥലം പോലെ തോന്നിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വെള്ളം വന്ന് ചാടിയിട്ട് ഇങ്ങനെ കുണ്ടായിരിക്കണതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല മഴ പെയ്തു കേട്ടോ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ടൈമിൽ. ഞങ്ങൾ പിന്നെ റെയിൻകോട്ടൊക്കെ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ട് ഇപ്പോൾ ഒഴുക്കും വെള്ളം കുറവായ കാരണം നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ആകെയുള്ള ഒരു ടെൻഷൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഇപ്പം നിൽക്കുന്ന ഏരിയ അല്ല, കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ ആനയൊക്കെ ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കണത്. നമ്മൾ കഴിഞ്ഞ തവണ അവിടെ വന്നപ്പോൾ ആന അന്നത്തെ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തന്നിട്ട്. പക്ഷേ ഇപ്പോൾ വരാറുണ്ടോ എന്ന് അറിയില്ല, കാരണം ഇപ്പം മഴക്കാലമൊക്കെ ആയപ്പോൾ ആന അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. അന്നൊക്കെ അങ്ങനെ വെള്ളം കുടിക്കാനും ഇതിനൊക്കെ ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്തു. ഇത്തവണ വെക്കേഷൻ എങ്ങോട്ടും പോകാത്ത കാരണം ഇവിടെയൊക്കെ പോയി അടിച്ചു പൊളിക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.